Hello everyone, welcome back to our channel. ഇന്ന് ഞാൻ Profit and Loss എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, which is commonly seen in many of the competitive exams like bank, SSC and many more. So let's start the session. So moving to the first question. The question is, a man bought a car for rupees 78,000 and sold it at a profit of 10%. Find his selling price. നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ ഒരു കാർ വാങ്ങിച്ച്, ദാറ്റ് ഈസ് 78,000 റുപ്പീസിനാണ്. അത് സോൾഡ് ചെയ്തത് പ്രോഫിറ്റ് ഓഫ് 10% ആണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്ന ഒരു കേസിൽ അതിൻ്റെ കോമൺ ടേംസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതൊക്കെയാണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? SP minus CP ആണ് പ്രോഫിറ്റ്. ദാറ്റ് ഈസ് SP is more in case of profit, while in the case of loss CP is more as compared to SP. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് പ്രോഫിറ്റിൻ്റെ കേസിൽ SP minus CP ആൻഡ് ലോസിൻ്റെ കേസിൽ CP minus SP. സോ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ നമ്മൾ ട്രിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ, ആൾ വാങ്ങിച്ചിരിക്കുന്ന കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 78,000 ആണ്. സോ അത് ഡയറക്റ്റ് ഇങ്ങ് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് CP നെ 100 ആയിട്ട് അസ്യൂം ചെയ്യണം. ദാറ്റ് ഈസ് CP അസ്യൂം ടു ബി 100. CP 100 ആകുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോഫിറ്റ് ഓഫ് 10% ആണ്. പ്രോഫിറ്റ് 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? 100 + 10 എന്നുള്ളൊരു കൺസെപ്റ്റിൽ അതിന് SP എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കണം? 110. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് CP is 100, SP 110 ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? CP എന്ന് പറയുന്നത് 78,000 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, CP 78,000. സോ 110 എത്ര വരും? ഇൻറ്റു 78 ടൈംസ് ആണ് വരുന്നത്. സോ ദ ആൻസർ ഈസ് 85800. സോ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ CP യെ 100 ആയിട്ട് അസ്യൂം ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് തരുവാണെങ്കിൽ SP എന്ന് പറയുന്നത് 100 + 10ഉം, ലോസ് തരുവാണെങ്കിൽ 100 - 10 എന്നുള്ള രീതിയിൽ വേണം SP യെ അസ്യൂം ചെയ്യാനായിട്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇപ്പം CP ഡയറക്റ്റ് ഇങ്ങനെ തന്നിട്ടുണ്ട് 78,000. സോ 100-നാണ് 78,000 എങ്കിൽ 110-ന് എത്ര വരും? 85800. ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the selling price of an article is rupees 80 and the loss is 20%. Find the cost price. എന്താ പറഞ്ഞിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് ഉള്ളത് 80 ആണ് ആൻഡ് ദ ലോസ് ഈസ് 20%. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുമ്പം നമ്മൾ CP യെ 100 ആയിട്ട് അസ്യൂം ചെയ്തിട്ട് SP എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് അല്ല ഡിക്രിമെൻ്റ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. സോ CP നമ്മൾ 100 ആയിട്ട് എടുത്തു. ഇവിടെ ലോസ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ദ ലോസ് ഈസ് 20% എന്നാണ്. സോ SP എന്ന് പറയുന്നത് എത്ര വരും? 100 - 20, ദാറ്റ് ഈസ് 80. സോ ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്റ്റ് ഇങ്ങനെ തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് rupees 80 ആണ്. ദാറ്റ് ഈസ് 80-ക്കാണ് 80, ഡയറക്റ്റ് 1 ടൈംസ്. അങ്ങനെയാണെങ്കിൽ എത്ര വരും? CPക്ക് ഇൻറ്റു 1, ദാറ്റ് ഈസ് 100. സോ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇതുപോലെ CP യെ 100 ആയിട്ട് അസ്യൂം ചെയ്ത് വേണം ചെയ്യാനായിട്ട്. നമ്മളിത് ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈം പോവും, അത് നമുക്ക് യൂസ്ഫുൾ അല്ല. സോ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ ബോട്ട് 2 വാച്ചസ് ഫോർ rupees 1210. He sold one at gain on 8% and other at loss of 10%. He found the selling price of both watches are same. Find the cost price of each watch. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ 2 വാച്ചസ് വാങ്ങിച്ച് 1210ക്ക്. സോ ഹി സോൾഡ് 1 at, ഒരെണ്ണം 8% ഗെയിനും രണ്ടാമത്തേത് ലോസ് ആണ് ഉണ്ടായത്. ദാറ്റ് ഈസ് 10% ലോസും ആണ് ആൾക്കുണ്ടായത്. പക്ഷേ ഹി ഫൗണ്ട് ദാറ്റ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് വാച്ചസ്, ഇപ്പോൾ രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആയിട്ട് ആൾ കണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഈച്ച് വാച്ച്. ഓരോ വാച്ചിൻ്റെയും കോസ്റ്റ് പ്രൈസ് ആണ് കാണേണ്ടത്. സോ ഇതെന്ന് പറയുന്നത് കുറച്ച്
മോഡറേറ്റ് ലെവലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ കുറേ ടൈം കൺസ്യൂമിങ് ആണ്. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ CPA 100 ആയിട്ട് അസ്യൂം ചെയ്തിട്ട് SPA സെയിം ആക്കി ചെയ്യാം. ഓക്കെ, എങ്ങനെ നോക്കാം. സോ ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞത്, 2 വാച്ചസ് വാങ്ങിച്ചു, 1 at gain on 8%. ഒരെണ്ണം 8% ഗെയിൻ ആണ് നോക്കിയത്. സോ ഫസ്റ്റ് കേസിൽ ഞാൻ CP SP ഗെയിൻ ഓൺ 8%, ദാറ്റ് ഈസ് CP 100 ആവുമ്പം ഗെയിൻ ആണ് വന്നത് 8%, ദാറ്റ് ഈസ് 108. രണ്ടാമത്തെ കേസിൽ അതർ അറ്റ് ലോസ് ഓഫ് 10% ആണ്. രണ്ടാമത്തെ വാച്ചിന് എന്താണ് ലോസ് ആണ് ഉണ്ടായത്, ദാറ്റ് ഈസ് 100 minus 10, ദാറ്റ് ഈസ് 90. സോ 100 minus 9, ഓക്കെ 90 വരും. എന്താ പറഞ്ഞിരിക്കുന്നത്, ഹി ഫൗണ്ട് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് വാച്ചസ് ആർ സെയിം. രണ്ട് വാച്ചസിൻ്റെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആയിട്ട് കണ്ടു. പക്ഷേ ഈ ഒരു കേസിൽ നോക്കി ഇത് 108ഉം 90 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ SP-നെ സെയിം ആക്കണം. SP-നെ സെയിം ആയിട്ട് ആക്കാനായിട്ട് എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് സീറോസ് കട്ട് ചെയ്തു. ഇനി ഇതിനെ 108 ആക്കണം. ഈ 9 എത്ര ടൈംസ്, 12 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് ഇത് 108 ആക്കാനായിട്ട് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ സോ 120 വരും, ഇവിടെ 108 വരും. അപ്പോൾ ഈ ഒരു കേസിൽ SP സെയിം ആയി അല്ലേ. സോ CPൻ്റെ റേഷ്യോ നോക്കാം. CP എന്ന് പറയുന്നത് 100:120 എന്ന് വന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്, 2 വാച്ചസിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 1210 ആണ്. സോ ഞാൻ ഇതിനെ ചെറുതാക്കി 5:6 ആണ്. 11 ആണ് 1210. സോ ഓരോന്നും 110 ടൈംസ് വരും. സോ ദിസ് ഈസ് 550 ആൻഡ് ദിസ് ഈസ് 660. സോ ഓരോന്നിൻ്റെയും കോസ്റ്റ് പ്രൈസ് നമുക്ക് എന്ത് വരും, 550 ആൻഡ് 660. ഓക്കെ, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ലെവലൊക്കെ നമുക്ക് പ്രിലിംസിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാം. Aravind sold an item for ₹8160 and incurred a loss of 15%. At what price should he have sold the item to have a profit of 25%? എന്താ പറഞ്ഞിരിക്കുന്നത്, അരവിന്ദ് ഒരു ഐറ്റം സോൾഡ് ചെയ്തപ്പം 8160 അപ്പോൾ ഉണ്ടായ ലോസ് എന്ന് പറയുന്നത് 15% ആണ്. സോ വാട്ട് പ്രൈസ് ഷുഡ് ഹി ഹാവ് സോൾഡ് ദ ഐറ്റം ടു ഹാവ് 25% പ്രോഫിറ്റ് വരണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെയും ഞാൻ CPA 100 ആയിട്ട് അസ്യൂം ചെയ്തു. സോ SP എന്ന് പറയുന്നത് 85 വന്നു. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ ഹാവ് സോൾഡ് ദ ഐറ്റം ടു ഹാവ് എ 25% പ്രോഫിറ്റ് കിട്ടണമെങ്കിലുള്ള സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിച്ചത്. സോ SP എത്ര വരണം, അവിടെ 125 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ SP ദാറ്റ് ഈസ് ഫസ്റ്റ് കേസിൽ ലോസ് ഉണ്ടായപ്പോഴുള്ള SP എന്ന് പറയുന്നത് 8160 ആണ്. അങ്ങനെയാണെങ്കിൽ 125 വരുമ്പോൾ എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 85 × 96 ആണ് 8160. ഇതെന്ന് പറയുന്നത് 125 × 96 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ദ ആൻസർ ഈസ് 12,000. ഓക്കെ, സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈസിയാണ്, കുറേ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാവുന്നതാണ്. നമുക്ക് കൂടുതലും പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസ് ലെവൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ ഇട്ട് ചെയ്യുമ്പോൾ കുറേ ടൈം പോകും. സോ ഇങ്ങനെ നമ്മൾ CPനെ 100 ആയിട്ട് അസ്യൂം ചെയ്ത് സെല്ലിംഗ് പ്രൈസ് അതിന് കറസ്പോണ്ടിങ് സെല്ലിംഗ് പ്രൈസ് കണ്ടുവച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് SP സെയിം ആക്കാൻ പറയുന്ന കേസിൽ അങ്ങനെ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ സോൾവ് ചെയ്യാവുന്നതാണ്. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് if the selling price of an article is 4/3 of its cost price, the profit percentage in the transaction. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കാണാം, SP minus CP by CP into 100. That is profit by CP into 100. ലോസ് പെർസെൻറ്റേജ് വരുമ്പോൾ ലോസ് ബൈ CP into 100. ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം. സോ നമുക്ക് ഇവിടെയും നോക്കാം. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4/3 ഓഫ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസിൻ്റെ 4/3 ടൈംസ് ആണ്. സോ ഇത് ഞാൻ
ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. കാരണം നമ്മൾ ക്രോസിന് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ഞാൻ SPA 4 ആയിട്ട് അസ്യൂം ചെയ്ത് CPA 3 ആയിട്ടും എടുത്ത്. ദാറ്റ് ഈസ് SPA എന്ന് പറയുന്നത് 4ഉം CPA എന്ന് പറയുന്നത് 3 ആയിട്ട് എടുത്തു. സോ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. ദാറ്റ് ഈസ് 4 മൈനസ് 3/3 ഇൻറ്റു 100. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 100 വരും. 33.33 വരും. 33.33 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് വൈസ് വരുമ്പം 33 1/3%. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു സെഷൻ ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്. For more questions and exam, you can download IBS Weekend app, which is available in Play Store and App Store. Moreover, do like, share and subscribe our channel. Okay, bye.